എല്ലാവരും ഇരിക്കും. ഇതെന്താണെന്ന് അറിയാമല്ലോ അവർക്കും. നിങ്ങളുടെയൊക്കെ പരീക്ഷ എഴുതിയതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെയാണ്. ഇത് നോക്കാൻ എനിക്ക് അത്ര പാടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിലല്ലേ നോക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുക. ഒന്നും എഴുതാത്തവരുടെ പേപ്പർ പിന്നെ എന്താ നോക്കാൻ ബുദ്ധിമുട്ട്. അരമണിക്കൂർ കൊണ്ട് ഈ 45 പിള്ളേരുടെയും പേപ്പർ ഞാൻ നോക്കിക്കഴിഞ്ഞു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക എത്രമാത്രം എഴുതിയിട്ടുണ്ടാവുന്നു. പേര് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ, ഞാൻ മാർക്ക് പറയുന്നില്ല. ഒരു ഡൗട്ടുണ്ട്, ശ്രുതിക്കിപ്പോൾ എന്താ കംപ്ലൈൻറ്റ്? അല്ല, മാർക്ക് നോക്കി എഴുതിയവർക്കാണോ കാണിച്ചു കൊടുത്തവർക്കാണോ ടീച്ചർ മാർക്ക് കൂടുതൽ കിട്ടുക? അല്ല, ഞാൻ ചോദിച്ചതാണ്. എനിക്ക് ഇവളെക്കാളും 2 മാർക്ക് എനിക്ക് കുറവാണ്. എൻ്റെ പേപ്പർ നോക്കിയിട്ട് ടീച്ചർ ഇവളെ എഴുതിയത്. ടീച്ചർ ഞാനൊന്നും അവളുടെ നോക്കി എഴുതിയിട്ടില്ല ടീച്ചർ, അവളാണ് എൻ്റെ നോക്കി എഴുതിയത്. അവളെ എന്നോട് ചോദിച്ചത് 1 മാർക്കിൻ്റെ 2 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ അവളെ എന്നോട് ചോദിച്ചത്. ഞാൻ നോക്കി എഴുതിയിട്ടില്ല ടീച്ചർ. സത്യമായിട്ട് ടീച്ചർ എൻ്റെ മാർക്ക് കുറയ്ക്കില്ല ടീച്ചർ, പ്ലീസ് ടീച്ചർ. അല്ല ടീച്ചർ, ഇത് കാണിച്ചു തരുമെന്ന് പറഞ്ഞപ്പോൾ കാണിച്ചു കൊടുക്കുക ടീച്ചർ. പ്ലീസ് ടീച്ചർ, എനിക്ക് മാർക്ക് കൂട്ടിത്തരും ടീച്ചർ. അപ്പോൾ അത് കാണിച്ചു കൊടുക്കുന്നവർ ചിന്തിക്കണം, അല്ലെങ്കിൽ നോക്കി എഴുതുന്നവർ ചിന്തിക്കണം. എന്നിട്ട് അവൾക്ക് എൻ്റെ നോക്കി എഴുതി മാർക്ക് കൂടുതലാണ്, എനിക്ക് ഞാൻ കാണിച്ചു കൊടുത്തിട്ട് മാർക്ക് എനിക്ക് കമ്മിയാണെന്ന് എന്നോട് പറഞ്ഞു വന്നിട്ട് ഒരു കാര്യമില്ല. അവിടെ പോയിരിക്കും. അല്ലെങ്കിൽ 2 പേരിൻ്റെ മാർക്കും ഞാനിപ്പോൾ വെട്ടി കുറയ്ക്കും. അത് വേണ്ടെങ്കിൽ അവിടെ പോയിരുന്നോ, കിട്ടിയ മാർക്കും കൊണ്ട്.